അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1415. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, തജശ്ശഅ റജുലുൻ ഇൻദ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വെച്ച് ഒരാൾ ഏമ്പക്കമുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്ന ഒരു പ്രത്യേക ശബ്ദമാണല്ലോ. അങ്ങനെ ഒരാൾ ഏമ്പക്കം വിട്ടപ്പോൾ ഫഖാല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുഫ അന്നാ ജുശഅക്, നിന്റെ ഏമ്പക്കം നീ തടഞ്ഞു വെക്കുക, അങ്ങനെ നീ ഏമ്പക്കമിടരുത്. ഫഇന്ന അക്തറഹും ശിബഅൻ ഫിദ്ദുനിയ, നിശ്ചയമായും ദുന്യാവിൽ ഏറ്റവും കൂടുതൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അത്വലുഹും ജൂഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ വിശപ്പ് അനുഭവിക്കും അവരായിരിക്കും. ഭക്ഷണം അമിതമായി കഴിക്കുമ്പോഴാണ് ഏമ്പക്കമിടുക. അത് പലപ്പോഴും മറ്റുള്ളവർക്ക് പ്രയാസമാകും, ദുർഗന്ധമൊക്കെ ഉണ്ടാകാൻ സാധിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ ഏമ്പക്കമിടരുത്. അങ്ങനെ ഇടുകയാണെങ്കിൽ തന്നെ നമ്മളത് ഒതുക്കിപ്പിടിച്ച് ചെറുതാക്കണം. കൂടുതൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി അടക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ കൂടുതൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ വിശപ്പ് അനുഭവിക്കേണ്ടി വരിക എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. എല്ലാം ഒരു മിതത്വം വേണം, അമിതമാകരുത്. പല രോഗങ്ങൾക്കും മറ്റുമൊക്കെ അത് കാരണമാകും. അറ്റാക്ക്, ബ്ലോക്ക്, ഇതൊക്കെ ഉണ്ടാവാൻ അമിത ഭക്ഷണം കാരണമാണ്. അതുകൊണ്ട് എല്ലാവരും മിതത്വം പാലിക്കുക. അല്ലാഹു തആല ഇതെല്ലാം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.